ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാർത്തിക ശാലിനിയോട് സത്യങ്ങൾ തുറന്ന് പറയാൻ ഒരുങ്ങണിട്ട. അങ്ങനെ ശാലിനിയാണെങ്കിലോ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് ശാലിനിക്ക് മനസ്സിലാവണിട്ട. അപ്പോൾ അവരൊക്കെ കൈ കൊടുത്ത് കാർത്തിക ആദ്യം ശാലിനിയോട് പറയണേ, നിങ്ങൾ മറച്ചു വെക്കുന്ന ആ സത്യം എന്താണെന്ന് ആദ്യം നിങ്ങൾ പറയണമെന്നിങ്ങനെ കാർത്തിക ശാലിനിയോട് ആവശ്യപ്പെടുമ്പോൾ ശാലിനി അത് പറയാൻ ഒരുങ്ങുന്ന സമയത്താണ് കേട്ടോ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളി വരുന്നത് കേട്ടോ. അതായത് ജയശങ്കറിൻ്റെ വിളിയായിരിക്കും. ജയശങ്കറിനെ കാണുന്ന കാർത്തി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. പിന്നീട് കാർത്തി ഒന്നും നോക്കില്ല. ഈശ്വര, ഇവൻ എൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. തീർച്ചയായും താൻ അവൻ്റെ കൈകളിലായിക്കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയാവേണ്ടി വരും. അതും ഒരു മയക്കുമരുന്നിലെ പ്രതിയായ അവൻ്റെ ഭാര്യയാവുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച് കാർത്തിക അവിടുന്ന് ഓട്ടം ഓടൂട്ടോ. എന്നാൽ ഈ സമയം പിന്നാലെ ഈ ജയശങ്കർ ഓടാനൊരുങ്ങും. അപ്പോഴേക്കും ജയശങ്കർ ശാലിനിയുടെ മുന്നിലെത്താണ്. അപ്പോൾ ശാലിനി, നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ, അവളെ നിങ്ങൾ അറിയുമോ? ഇല്ല, ഞാൻ അറിയില്ല. അവളെ നിങ്ങൾ അറിയുമോ? ഇല്ല, ഞാൻ അറിയില്ല. ആരാ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അവളെ കിട്ടണം, അവളെന്നെ വഞ്ചിച്ച് പോയവളാണ് എന്ന് പറയുമ്പോൾ ശാലിനി ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ. അങ്ങനെ കാർത്തികയുടെ കൂടെ ഈ ജയശങ്കറും പിന്നാലെ ഓടാണ്. അങ്ങനെ ശാലിനിയുടെ മുന്നിലൂടെ രണ്ടുപേരും ഓടുന്നത് കണ്ടിട്ട് ശാലിനി എന്താണ് ശരിക്കും സംഭവിച്ചത്, എന്താണ് കാർത്തികയ്ക്ക് എന്നോട് പറയാനുണ്ടാവുക, എന്തായിരിക്കും എന്നെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത് എന്നൊക്കെ ഓർത്ത് ശാലിനി ആകെ അന്തം വിട്ട് നിൽക്കണം കേട്ടോ. എന്നാൽ ഈ സമയം കാർത്തികയാണെങ്കിലോ തൻ്റെ ജീവനും കൊണ്ട് ഓടി തൻ്റെ വീട്ടിലോട്ട് ഓടിക്കയറണം, അതായത് സത്യഭാമയുടെ വീട്ടിലോട്ട് ഓടിക്കയറണം. എന്നാൽ ഇതെല്ലാം കണ്ട് ബാൽക്കണിയെ ശ്യാമ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കാർത്തികയാണെങ്കിൽ ഓടി ഒളിക്കുകയാണ്. പിന്നീട് ചെടികൾക്കുള്ളിലും മറവിലൊക്കെ നോക്കുകയാണ്, തൻ്റെ പിറകിൽ ജയശങ്കർ ഉണ്ടോ എന്നിങ്ങനെ നോക്കുന്നു കേട്ടോ. അങ്ങനെ ആശ്വാസത്തോടു കൂടി കാർത്തിക തൻ്റെ വീട്ടിലോട്ട് കയറിപ്പോവാണ്. സത്യഭാമയുടെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോകുമ്പോൾ ഇവൾ ആരെയാണ് ഈ പയക്കുന്നത്, ഇവൾ ആരെയാണ് ഈ തിരിഞ്ഞു നോക്കുന്നത് എന്നിങ്ങനെ ശ്യാമ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ കാർത്തിക തൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തനിക്കൊരു ഫോൺ കോൾ വരികയാണ്. അങ്ങനെ കാർത്തിക ആരാണെന്ന് അറിയാൻ വേണ്ടി ആ ഫോൺ എടുക്കുമ്പോൾ അത് ഹലോ, എന്നെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ആരാണ്? അപ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദമായിരിക്കും. ഞാനാണ് മധുശ്രീ, അതായത് വിഷ്ണുവിൻ്റെ ഭാര്യയാകാനിരുന്നവൾ. ഇന്ന് ഇപ്പോൾ ആ ഒരു സ്ഥാനം നീയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണം എന്ന് കാർത്തിക ചോദിക്കുകയാണ്. അതെ, എനിക്ക് വേണ്ടത് നിന്നെ ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കണം. കഴിയില്ല എന്ന് പറയണ്ടോ. ഇത് കേട്ടോടെ തന്നെ, കണ്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിൻ്റെ ആദ്യ ഭർത്താവുണ്ടല്ലോ, അതായത് നിന്നെ താലി കെട്ടാൻ വെച്ചവനുണ്ടല്ലോ ജയകൃഷ്ണൻ, അവനെ ഞാൻ അങ്ങ് നിൻ്റെ നേരിൽ കൊണ്ടുവരും. അതോടുകൂടി സത്യഭാമ നിന്നെ അടിച്ചു പുറത്താക്കുമെന്ന് പറയുമ്പോൾ കാർത്തിക ആകെ പേടിച്ചുട്ടോ. ഈശ്വര, ഇനി അടുത്ത കെണി. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ആവശ്യം? എനിക്ക് നിന്നെ നേരിൽ കാണണമെന്നിങ്ങനെ പറയുന്നു കേട്ടോ. എന്നാൽ ഞാനിതാ വരാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ നേരിൽ കാണുക. എന്നാൽ ഈ സമയം കാർത്തിക ഇങ്ങനെ മധുശ്രീയോട് ചൂടാവാണ്. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾക്ക് എന്താണ് ആവശ്യം വേണ്ടത് എന്ന് പറയുമ്പോൾ, ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എൻ്റെ മുന്നിലോട്ട് ഒരു പയ്യൻ വന്നുവിട്ടു. ആ പയ്യൻ്റെ പേരാണ് ജയകൃഷ്ണൻ. അവൻ്റെ ഭാര്യയാവാൻ പോകുന്ന ഒരു പെണ്ണുണ്ടല്ലോ, നിശ്ചയത്തിൻ്റെ അന്ന് അവിടുന്ന് ഒളിച്ചോടി അവൾ ഈ രാജ്യത്ത് വന്നിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന കാർത്തിക ആകെ ഞെട്ടിപ്പോവാണ്. അവളുടെ പേരെന്താണെന്ന് തനിക്കറിയണ്ടേ? കാർത്തിക എന്നാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന കാർത്തിക ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് കാർത്തിക പറയും, നിങ്ങളുടെ ഉദ്ദേശം എന്താ? എൻ്റെ ഉദ്ദേശം പ്രത്യേകിച്ചൊന്നുമില്ല, നിൻ്റെ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കുമ്പോൾ കാർത്തിക അവിടെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അങ്ങനെ വഴിക്കുക എന്ന് കാർത്തികയോട് മധുശ്രീ തിരിച്ച് പറയാൻ കേട്ടോ. ഉടൻ തന്നെ മധുശ്രീയോട് കാർത്തിക ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ പറയൂ, ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യല്ലേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ, അതെ, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ നിനക്ക് നന്ന് എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം കാർത്തിക പറയും, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? അതെ, ആ ജയശങ്കറിൻ്റെ ഫോൺ നമ്പർ എൻ്റെ കൈകളിലുണ്ട്. നീ എവിടെയാണെന്നുള്ള സത്യം അവന് മുന്നിൽ ഞാൻ അങ്ങ് ചൂണ്ടിക്കാണിച്ച പിന്നീട് നിനക്ക് സംഭവിക്കുന്നത് എന്തെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കാർത്തികയോട് മധുശ്രീ പറയുമ്പോൾ, നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എന്ത് സഹായമാണ് നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ, അങ്ങനെ വഴിക്ക് വന്ന നിനക്ക് നന്ദി എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം മധുശ്രീ പറയുന്ന വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോകുന്ന കാർത്തികയാണ് കേട്ടോ. കാരണം മധുശ്രീ ആവശ്യപ്പെടുന്നത്, നീ എന്നും വിഷ്ണുവിൻ്റെ ഭാര്യ ആയിരിക്കണം, നീ ഒരിക്കലും ജയകൃഷ്ണൻ്റെ ഭാര്യ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മോള് വിഷ്ണുവിൻ്റെ ഭാര്യയായി തന്നെ അവിടെ തുടരണം. ആ ശാലിനി ഉണ്ടല്ലോ, ആ ശാലിനി വിഷ്ണുവിൻ്റെ ജീവിതത്തിലോട്ട് ഒരിക്കലും വരാൻ പാടില്ല. അതാണ് എൻ്റെ ആവശ്യം. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിന്നെ ഞാൻ വെറുതെ വിടാമെന്ന് പറയട്ടോ. ഇതേ സമയം കാർത്തിക പറയണം, ശരി, ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാമെന്ന് പറയട്ടോ.
എന്നിട്ട് മധുശ്രീ പറയുന്നുണ്ട്, നീ എന്തിനു വേണ്ടിയിട്ടാണ് അവൻ്റെ മുന്നിൽ നിന്ന് ഓടി വന്നതെന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് അതെനിക്കറിയേണ്ട ആവശ്യവുമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെ ഒരു പെണ്ണ് ഓടി വരണമെന്നുണ്ടെങ്കിൽ അവൾക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടായിരിക്കും. പക്ഷേ അവൻ്റെ കൂടെ നീ പോകാൻ പാടില്ല. ഞാൻ പറയുന്നത് വരെ സത്യഭാമയുടെ വീട്ടിൽ നീ അവിടെ തന്നെ നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ? ഇതേ സമയം മധുശ്രീയാണെങ്കിലോ ഓരോ ഭാഗത്തു നിന്നും തന്നെ ഓരോരുത്തരായി പൂട്ടുമോ ഈശ്വര, ഞാൻ ഇനി എന്ത് ചെയ്യും? എൻ്റെ ഹർഷൻ അവനുമായി എങ്ങനെ ഒരു ജീവിതം പിന്തുടരുമെന്നറിയാതെ മധുശ്രീയുടെ മുന്നിൽ കാർത്തിക ഇങ്ങനെ ഞെട്ടി നിൽക്കണിട്ടോ. അങ്ങനെ മധുശ്രീ ചോദിക്കും, എന്താ ഞാൻ പറയുന്നത് നിനക്ക് സമ്മതമാണോ? തീർച്ചയായും സമ്മതമാണ് എന്ന് പറഞ്ഞിട്ട് മധുശ്രീയുടെ മുന്നിൽ നിന്നും കാർത്തിക അങ്ങ് പോരുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ശാലിനിയോട് പല ചോദ്യങ്ങൾ ശാലിനി തന്നെ ചോദിക്കുന്നു. അയാൾ ആര്? എൻ്റെ മുന്നിൽ വന്ന ആളാര്? അയാളെ കണ്ടെത്തണം. അയാളുടെ പേര് അറിയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ CCTV ഉണ്ടാവുമല്ലോ, ആ ഫുട്ടേജിൽ ഒന്ന് പരിശോധിക്കാമെന്ന് കരുതി തന്നെ അമ്പലത്തിലെ കമ്മിറ്റിക്കാരെ കാണട്ടോ. എന്നിട്ട് അവരോട് കാര്യങ്ങൾ ആവശ്യപ്പെടാണ്. ഞാൻ ഇവിടുത്തെ കളക്ടറാണ്, എനിക്ക് ഇവിടുത്തെ CCTV ഫുട്ടേജ് ഒന്ന് നോക്കണമെന്ന് പറയണേ. അങ്ങനെ CCTV ഫുട്ടേജ് നോക്കുന്നു കേട്ടോ. അങ്ങനെ ഇയാൾ കയറി വരുന്ന ആ രംഗം, ഇയാളുടെ പിറകിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഷാനിക്ക് കഴിയുന്നില്ല. ഷാനിയുടെ സംശയം ആരെങ്കിലും കാർത്തികയെ വിഷ്ണുവിൻ്റെ ജീവിതത്തിലോട്ട് പറഞ്ഞു വിട്ടതാണോ? അങ്ങനെയൊക്കെയാണ് കേട്ടോ ഷാനിയുടെ മനസ്സിൽ കടന്നുകൂടുന്നത്. അങ്ങനെ ഈ സമയം ഷാലിനി ആരാണ് ഇയാളുടെ പിറകിലെന്നറിയാം. ആ CCTV ഫുട്ടേജ് പരിശോധിക്കുമ്പോൾ അതിൽ ആരും തന്നെ കാണുന്നില്ല. എന്നാൽ ഇയാളുടെ പേരും വ്യക്തമാവുന്നില്ല. അങ്ങനെ ശാലിനി ഇനി അവനെ കണ്ടെത്താൻ ഈശ്വര ഞാൻ എന്ത് ചെയ്യും എന്ന ആ ഒരു പ്രതിസന്ധിയിലാവണം കേട്ടോ. എന്നാൽ ഈ സമയം വിഷ്ണുവിനാണെങ്കിലോ രാത്രിയായി തുടങ്ങി. തനിക്ക് എങ്ങനെ നോക്കിയാലും ഉറക്കം കിട്ടുന്നില്ല. തൻ്റെ ശാലിനിയുടെ അവസ്ഥ ഇപ്പോഴെന്തായിരിക്കും? അവൾ ഇവിടെ നിന്ന് കരഞ്ഞു പോയ ആ ഒരു മാനസികാവസ്ഥ വിഷ്ണുവിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോവാണ് കേട്ടോ. വിഷ്ണുവിന് വലിയ വേദനയാണ്. വിഷ്ണു കേട്ടാ, ഇന്ന് ഞാൻ ഒറ്റക്കായില്ലേ, എൻ്റെ കൂടെ ആരുമില്ലാത്ത അവസ്ഥയിലെത്തിയില്ലേ. ഈ 6 കൊല്ലം എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ഓർമ്മകളിലൂടെ ജീവിച്ച എന്നോട് ഈ ചതി വേണോ എന്നൊക്കെ ചോദിച്ചതും തൻ്റെ മകൾ ആണ് സത്യ എന്ന് പറഞ്ഞതും ആ വാക്കുകൾ ഇങ്ങനെ വിഷ്ണുവിൻ്റെ മനസ്സിലിങ്ങനെ അലയടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യ ആരാണ്? സത്യയെ കുറിച്ചുള്ള ആ ജന്മരഹസ്യം എന്തിനവൾ മറച്ചു വെക്കുന്നു? ഏത് ഹോസ്പിറ്റലിൽ പ്രസവിച്ചു എന്നുള്ളത് അവൾ എന്തിനാണ് മറച്ചു വെക്കുന്നത്? അതിൻ്റെ സത്യാവസ്ഥ ഈശ്വരൻ ഞാൻ എങ്ങനെ അറിയും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം മധുശ്രീ വളരെ സന്തോഷവതിയാണ്. കാരണം തനിക്കൊരിക്കലും വിഷ്ണുവിൻ്റെ കൂടെ ജീവിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. പക്ഷേ ഷാനി ഒരിക്കലും വിഷ്ണുവിൻ്റെ കൂടെ ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവളെ വെച്ച് കുറച്ച് കളി കളിക്കാം. എന്തായാലും ഇവളെ വെച്ച് തന്നെ കളിക്കണം. കാരണം സത്യഭാമ ഇനി എന്നെ മരുമകളാക്കി സ്വീകരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് എൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവളെ വെച്ച് വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ നിന്നും ഇവളൊരിക്കലും ഇറങ്ങിപ്പോകാൻ പാടില്ല എന്ന ആ ഒരു തീരുമാനം മധുശ്രീ എടുക്കുന്നു കേട്ടോ. ഇങ്ങനെയാണ് ശരിക്കും റീമേക്കിൽ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ മധുശ്രീ ഇനി വിഷ്ണുവിൻ്റെ ജീവിതത്തിലോട്ട് കയറി പറ്റാൻ വേണ്ടി അങ്ങനെ നോക്കുന്നുണ്ടോ എന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഇനി കാർത്തികയുടെ പ്രവൃത്തി കൊണ്ട് തന്നെ ഇനി ശ്യാമ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഷാനിക്ക് വിളിച്ചു പറയും കേട്ടോ. കാർത്തിക ഓരോരോ പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തു വെക്കും. തൻ്റെ താലിമാല ഊരി വെക്കും. അതിൽ ഹർഷൻ്റെ പേര് പറയും. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതോടുകൂടിയിട്ടാണ് ശ്യാമക്കുള്ളിലൊരു സംശയം തോന്നുന്നത്. പിന്നീട് സത്യഭാമ ഇവരുടെ ശാന്തി മുഹൂർത്തം കുറിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴിനി അവിടെയും നല്ലൊരു ടിസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ സത്യങ്ങളായിട്ട് ഇങ്ങനെ കണ്ടെത്താൻ ഇങ്ങനെ ശാലിനിയും ശ്യാമയും കൂടി ശ്രമിക്കും. അപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇത് റീമേക്കിലെ സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഡെയിലി എപ്പിസോഡിൻ്റെ റിവ്യൂ എന്നും ഈ ചാനലിൽ വൈകിട്ടുണ്ടായിരിക്കും കേട്ടോ.